ഹേ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു മൺഡേ ആണ്. മൺഡേ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ എണീച്ചു, നേരെ ജിമ്മിലേക്കാണ് പോയത്. ഇന്ന് ഞാനപ്പോൾ ജിമ്മിൽ എന്താ പറയുക, വെയിറ്റ് ലോസ് നോക്കണവർക്കും അതുപോലെ തന്നെ ജിമ്മിൽ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മീൻസ് എൻ്റെ കയ്യിൽ വർക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 4 മാസത്തോളമായി. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് പെട്ടെന്ന് ഒരു 2 kg ഒക്കെ കുറഞ്ഞു. പിന്നെ ഒരു സ്റ്റെക്കായി നിന്നിട്ടത് അവിടെ നനങ്ങിയിട്ടുണ്ടായില്ല കുറേ നാൾ. പിന്നെ നമുക്ക് തോന്നും നിർത്തിയാലോ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളങ്ങനെ ചെയ്യരുത്. പെട്ടെന്നായിരിക്കും പിന്നീടൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് പോലെ ഇരിക്കും. ഇപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാറ്റ് ബേൺ ആവണം, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉള്ളതാണ്. പിന്നെ എൻ്റെ ട്രെയിനർ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു ചേഞ്ചിലേക്ക് ചെറുതായിട്ട് വന്നു, ഇനി ഒരു സ്റ്റെക്കായി നിൽക്കുന്ന ഒരു കണ്ടീഷനായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പെന്നൊക്കെ പറയുമ്പോൾ എല്ലാ എക്യുപ്മെൻറ്റ്സും ഓടി നടന്ന് ചെയ്യണതായിരുന്നു. പക്ഷേ ഇനി നമ്മൾ ഒരെണ്ണമാണ് ചെയ്യണമെങ്കിൽ അത് മാക്സിമം നമ്മൾക്ക് പറ്റണ പോലെ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം നമുക്ക് എത്രത്തോളം ടയേർഡായി ചെയ്യാൻ പറ്റണോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഇല്ലെങ്കിൽ ഇച്ചിരി പയ്യായിരിക്കും നമ്മുടെ റിസൾട്ട് ഇനി പോകുമ്പോൾ കിട്ടുക. കാരണം ഇപ്പോൾ ഒരുവിധം വെയിറ്റ് ഇതായിട്ട് നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ടിപ്പെന്ന് ഞാൻ പറയണത്. പിന്നെ ഈ പറയുന്നോട്ട് ഡബിൾ ചിൻ പോകാനായിട്ടുള്ളൊരു ഇത് പറഞ്ഞുതരാം. എനിക്ക് നല്ല രീതിക്ക് ഡബിൾ ചിൻ ഉണ്ടായതാണ്. എൻ്റെ കഴുത്തൊന്നും കാണാൻ പറ്റാത്ത രീതിക്കായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്തത് ഷുഗർ കട്ടിങ് തന്നെയാണ്. ഷുഗർ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്തു. എന്നാലും ഇടയ്ക്കൊരു ക്രേവിങ്സ് ഒക്കെ തോന്നുമ്പോൾ കഴിക്കും. എന്നാലും ഞാൻ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും, ഞാൻ പറയില്ല എൻ്റെ ഡബിൾ ചിൻ ഫുൾ പോയെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും ഒരുവിധം കുറഞ്ഞത് ഈ ഒരു ഇതിൽ നിന്നായിരുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് മൺഡേ ആയിരുന്നു. ഓഫീസിൽ പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്തു, കൊളീഗ്സിനെ മീറ്റ് ചെയ്തു. ദെൻ ഇത് അവൻ്റെ ഒരു എന്താ പറയുക എയർപോഡാണ്, നത്തിങ് ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അവനത് നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ജസ്റ്റ് എടുത്തതാണ്. നല്ല ലുക്കായിട്ടുണ്ട്, ഇത് കാണാനായിട്ടൊരു ഒരു പ്രീമിയം മോഡൽ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ദെൻ എന്താ പറയുക, വാഷ്റൂമിൽ പോയിട്ടാണ് നേരെ താഴത്തെ ബേസ്മെൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോണേ. പിന്നെ ഉച്ച കഴിഞ്ഞു, വർക്ക് കഴിഞ്ഞു. ഇന്ന് ചായ കുടിക്കാനായിട്ട് പോയിട്ടോ. ഇന്ന് ഭയങ്കര പെട്ടെന്നാണ് ഇന്ന് തീർന്നത്. വന്നതേ ഓർമ്മ, പെട്ടെന്നായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോയത്. ഞങ്ങളത് ഈവനിങ് ആയപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു, എന്തൊരു ഫാസ്റ്റായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന്. അപ്പം ഞങ്ങളവിടെ കോഫിയും ടീ ഒക്കെ കുടിക്കാനായിട്ട് ചെന്നു. സ്നാക്സ് ഐറ്റംസ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളാരും അതിലേക്ക് പോയിട്ടില്ല, ഒന്നും കഴിച്ചില്ല കേട്ടോ. ജസ്റ്റ് കോഫി, അവള് ടീ, അതൊക്കെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല വെയിലായിരുന്നിട്ട് ഇന്ന് നല്ല വെയിലായിരുന്നു. നല്ല അടിപൊളി സ്കൈ ആയിരുന്നു ഇന്ന്, എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് ഒരു ഫോട്ടോ സ്കൈഡ് എടുത്താലും നല്ല പെർഫെക്റ്റായിട്ട് വന്നൊരു ഡേ ആയിരുന്നു ഇന്ന്. എന്നിട്ട് എന്താ, കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞൊരു 5 മിനിറ്റൊക്കെയാണ് അവിടെ ഇരുന്നുള്ളൂ. ഇന്ന് തിരക്കുണ്ടായില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ല ഒരു ലേക്ക്, അവിടെ പോയി നിന്നു. അവിടെ കുറേ പേരറിയാത്ത മീനുകളുണ്ടായി, അതിനെയൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. അപ്പം നമ്മുടെ കാലിൻ്റെ ലൈക്ക് നമ്മൾ നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഈ മീൻ നമ്മൾ ഫോളോ ചെയ്ത് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ലോഗൗട്ടിൻ്റെ ടൈമായിട്ടുണ്ടായി. അങ്ങനെ പിന്നെ നേരെ ബാക്ക് ടു ഓഫീസ്.
കുറച്ച് നടുക്കണം. കണ്ട നല്ലൊരു വ്യൂ അല്ലേ, എന്തും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. മൊത്തത്തിൽ ഒരു എസ്തെറ്റിക് ആയിരുന്നു നമ്മുടെ പ്രകൃതി മൊത്തം. പിന്നെ ഇന്ന് ഇവിടെ 2 പ്രാവശ്യമാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം ലിഫ്റ്റിൽ ജാമായിപ്പോയി നടുക്ക്. ഇപ്പോൾ ഇത് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ലിഫ്റ്റ് തന്നെ അടയും തുറയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ പുറത്തായി, ലിഫ്റ്റ് അടഞ്ഞു, പിന്നെയും തുറക്കും, അങ്ങനെയായിരുന്നു കുറേ നേരം. ഇതെന്തോ ബാധ കൂടിയ കൂട്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു നേരെ ലിഫ്റ്റ് ഓക്കെ ആയപ്പോൾ അതിൽ കയറി. കാരണം ബേസ്മെൻറ്റിൽ നിന്ന് മുകളിലേക്ക് പോകണം. അങ്ങനെ കയറി. ദെൻ അപ്പോഴത്തേക്കൊക്കെ വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ലോഗൗട്ട് ടൈം ആയി. ഞാൻ പിന്നെ ഇറങ്ങി. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം ഉണ്ടായത്. ഭയങ്കര പെട്ടെന്നാണ് ഇന്ന് പോയത്. ഇന്ന് പിന്നെ ഓഫീസ് മേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു മൺഡേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.